ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വന്യ റമ്പാച്ചൻ, ബഹുമാനപ്പെട്ട എല്ലോച്ചൻ, ഇവിടെ ആയിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, വാത്സല്യ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ദൈവവചന ശ്രവണത്തിനായി കാതുകളെ തുറക്കുവാൻ സ്വർഗത്തിലെ ദൈവമേ നീ കരുണ ചെയ്യണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് തലവണക്കി ദൈവനാമമഹത്വത്തിനായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ കരുണകളെ യാചിക്കുകയും ചെയ്യാം. മഹോന്നതനായ ദൈവമേ, സ്വർഗീയനായ പിതാവേ, ഇന്ന് ഈ പ്രഭാതവും ഈ സമയവും ഞങ്ങൾക്കായി ഒരുക്കി തന്നു. അവിടുത്തെ നിറവിൽ ഞങ്ങൾ നിറവുള്ളവരായി തീർന്ന് അവിടുത്തെ ശബ്ദം ഞങ്ങളുടെ കാതുകളിൽ കേൾക്കുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് ഇടയാക്കണമേ. ഞങ്ങളുടെ ഹൃദയ നിലവുകളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ എന്ന് തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുവാൻ നിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നു. സ്തുതികളും സ്തോത്രങ്ങളും നാവിൽ നിന്ന് അങ്ങയ്ക്ക് ഹിതകരമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശരീരാത്മദേഹികൾ അങ്ങയ്ക്ക് യാഗാർപ്പണമായി സമർപ്പിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ. അനുഗ്രഹീതമായ നിമിഷങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടവും അവിടുത്തെ സ്നേഹവും ഞങ്ങളുടെ ഇടയിലുണ്ടാകണമേ. ആത്മീക നൽവരത്താൽ ഞങ്ങളെ അവിടെ നിറയ്ക്കണമേ. ആത്മാവുള്ളവരായി ഞങ്ങളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെടുത്തിയ ജീവിതത്തെക്കുറിച്ച് ഓർക്കുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് ഇടയാകണമേ. ഞങ്ങൾ പലതും നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. കർത്താവെ, വീണ്ടെടുക്കപ്പെടുവാനുള്ള ഒരു ദിവ്യമായ സന്ദേശം ഞങ്ങൾക്ക് അവിടെ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മനൽവരങ്ങൾക്കായി ഞങ്ങൾ കാതോർക്കുന്നു. ഞങ്ങളുടെ കാതുകളെ അവിടുന്ന് ഒരുക്കണമേ. ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയം തുറന്ന് നിന്നെ കണ്ട് സ്വീകരിക്കപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കണമേ. നാവുകൾ അവിടുത്തെ തിരുശരീര രക്തങ്ങളാൽ രുചികരമാകുവാൻ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അത് ഞങ്ങളുടെ അസ്ഥികളെ ബലപ്പെടുത്തി രോഗികളെ സൗഖ്യമാക്കുകയും ദുഃഖിതരെ അവിടുന്ന് ധൈര്യപ്പെടുത്തുകയും നിരാശയ്ക്ക് പ്രത്യാശയുണ്ടാകുകയും തകർന്നുപോയത് കെട്ടുപണികൾക്കായി ഉപയോഗിക്കുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ സന്നിധരായിരിക്കുന്ന ഏവരെയും നീ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളുമായി ഇവിടെ ഇന്ന് കടന്നു വന്ന് നിന്റെ മുമ്പാകെ അവരുടെ തലകൾ വണക്കി കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്നു. ആ ശബ്ദത്തിന് പ്രത്യാശയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ ശബ്ദത്തിന് മറുപടി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും നിന്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്ന ഒരു ദിനമായി ഞങ്ങൾ ഇന്ന് വേർതിരിക്കപ്പെടുന്നു. കർത്താവെ, തലമുറയോട് കരുണ ചെയ്യണമേ. കുടുംബ ബന്ധങ്ങളെ അനുഗ്രഹിക്കണമേ. ഭാവി ജീവിതങ്ങൾ ശോഭനമാക്കി തീർക്കുവാൻ പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടു പോയവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടു പോകുന്നവരെ കുറിച്ച് ഓർക്കുന്നു. കർത്താവെ, വിവിധ ദേശങ്ങളിൽ ജോലിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കുടുംബമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്പമായും അധികമായും ദൈവകാര്യങ്ങളിൽ ഇടപെട്ട് ദൈവനാമം ഉയർച്ചയ്ക്കായി ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഇവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, പ്രത്യാശയോടെ ഞങ്ങളിൽ നിന്ന് വേർപെട്ട് ഈ ഭൗമിക ജീവിതം അവസാനിപ്പിച്ച് നിന്റെ സന്നിധിയിലായിരിക്കുന്നവർ പ്രത്യാശാപൂർവം നിന്റെ സ്വർഗരാജ്യത്തിൽ മഹത്വത്തിൻ്റെ നിലയെങ്കിൽ അവരെ കാണുവാൻ അവിടുന്ന് ഇടയാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എന്നും എന്നാണ് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. പെന്തക്കോസ്തി ദിവസത്തിന് ശേഷം ഇന്ന് നമ്മളായിരിക്കുന്നത് സ്വർണ്ണവെള്ളിയാഴ്ച എന്ന ഒരു നാമധേയത്തിൽ അറിയപ്പെടുന്ന ഒരു ദിവസത്തിനാണെന്ന് നാം വിശുദ്ധ കുർബാന സമർപ്പിക്കുകയും
അതിൽ സംബന്ധിക്കുകയും ചെയ്തു. എന്നാൽ അതിനെ ഓർക്കപ്പെടുവാനുള്ള ഒരു ദിവസവും കൂടിയാണ്. അതിനങ്ങനെ ഒരു പേര് വരുവാനുള്ള കാരണം, സകലത്തെയും ഉപേക്ഷിച്ച് ശിഷ്യന്മാർ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി യാത്രയാകുന്നു. ഒന്നുമില്ലാതെ നസ്രായൻ മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിലുള്ളൂ എന്ന് പറയുന്ന പത്രോസും യോഹന്നാനും പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെയുണ്ടായിരുന്ന മുടന്തനായ മനുഷ്യനെ കണ്ട് പറയുന്നത്, ഈ വാക്യങ്ങളൊക്കെ ചേർത്ത് നിർത്തുമ്പോൾ, ഇതൊന്നുമില്ലാതെ ഞങ്ങൾ നിന്നെ അനുഗമിക്കുവാൻ, ഇതിലൊരു സന്തോഷം കണ്ടെത്തുവാൻ ഞങ്ങൾക്കിടയാകുന്നു എന്നുള്ളത് ശിഷ്യന്മാർ പ്രഖ്യാപിക്കുകയും ശിഷ്യന്മാർ ദൈവരാജ്യനാമ മഹത്വത്തിനായി യാത്ര ചെയ്യുകയും ചെയ്യുന്ന ഒരു ദിവസമാണിത്. ഒന്നുമില്ലായെങ്കിലും ഒന്നുമില്ലായ്മയിൽ സന്തോഷം കണ്ടെത്തുന്ന ശിഷ്യന്മാരാണ്. തൻ്റെ പിന്നാലെയുള്ള യാത്രയിൽ എന്താണ് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാവി എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് സകലത്തെയും ഉപേക്ഷിക്കുവാനും സകലതിനെയും മറക്കുവാനും ശിഷ്യന്മാർക്ക് കരുത്താകുന്നത് ക്രിസ്തുവിൻ്റെ ശബ്ദം മാത്രമായിരുന്നു. നിങ്ങളെൻ്റെ പിന്നാലെ വരിക. ഒരു വാക്ക് സകലതും ഉപേക്ഷിക്കുവാൻ ശിഷ്യന്മാരുടെ ഹൃദയങ്ങളിലേക്ക് ആ ശബ്ദത്തിന് ജീവനുണ്ടായിരുന്നു എന്നുള്ളത് തിരുവചന പഠനത്തിൽ നമ്മൾക്ക് ശ്രദ്ധേയമായ സന്ദർഭങ്ങളും വാക്യങ്ങളും നമുക്ക് ഊർജം നൽകുന്നു. അങ്ങനെയെങ്കിൽ ദൈവരാജ്യ മഹത്വത്തിനായി കെട്ടുപണിക്കായി നമ്മുടെ ഭാഗഭാഗധേയത്വം എന്താണെന്ന് നമ്മളൊന്ന് തെളിയിക്കുകയാണെങ്കിൽ, എത്രമാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനോട് ഞാൻ ആയിരിക്കുന്നത്, അടുത്തായിരിക്കുന്നതോ അതോ പിന്നിലായിരിക്കുന്നതോ ദൂരെയായിരിക്കുന്നതോ, എവിടെയാണ് ഞാൻ നിന്നെ അനുഗമിക്കുന്നത് എന്ന് ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ നിന്ന്, അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്കിന്ന് ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോസ്തല പ്രവർത്തികൾ 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങൾ ശ്രദ്ധേയമായി വായിക്കപ്പെടുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, ആദ്യത്തെ സന്ദർഭം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെ അവിടെ വിളിച്ചറിയിക്കുന്നുണ്ട്. പത്രോസും യോഹന്നാനും പ്രാർത്ഥന സ്ഥലത്തേക്ക് ചെല്ലുന്നു. മറ്റൊരു സ്ഥലം തേടിയല്ല അവർ യാത്രയാകുന്നത്. 9-ാം മണി സമയത്ത് അവർ പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുകയാണ്. സകലതും ഉപേക്ഷിക്കുന്ന മനുഷ്യർ ചെല്ലേണ്ട സ്ഥലം ഏതാണെന്ന് പത്രോസും യോഹന്നാനും നമ്മെ പഠിപ്പിക്കുന്നു. അത് പ്രാർത്ഥനാ സ്ഥലത്തേക്കാണ് മനുഷ്യൻ്റെ യാത്ര ചെല്ലേണ്ടത്. നമ്മൾ പല സന്ദർഭങ്ങളിൽ പല യാത്രകൾ നടത്താറുള്ളവരാണ്. നാം ഓരോരുത്തരും അനേക യാത്രകൾ നടത്തിയിട്ടുള്ളവരാണ്. എന്നാൽ ഒരു ദേവാലയത്തിൻ്റെ സന്ദർശനവും മറ്റ് മനോഹാരിതയുള്ള ഒരു സ്ഥലത്തേക്കുള്ള നമ്മുടെ പ്രവേശനവും രണ്ടും രണ്ടാണ്. എവിടെയാണ് കൂടുതൽ സമയം നമ്മൾ ചിലവഴിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കിക്കൊള്ളുക. നമ്മുടെ മനസ്സിന് കുറച്ചും കൂടെ സന്തോഷം നൽകുന്ന, നമ്മുടെ കണ്ണുകൾക്ക് കൂടുതലായി മനോഹാരിത നൽകുന്ന സ്ഥലങ്ങൾ, നമ്മുടെ ഹൃദയത്തിന് കൂടുതൽ അടുപ്പം തോന്നുന്ന സ്ഥലങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ സമയം അനവധിയായി ചിലവഴിക്കാറുണ്ടല്ലോ. എന്നാൽ പ്രാർത്ഥനാ സ്ഥലത്തുള്ള നമ്മുടെ സമയത്തിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ പ്രവേശിക്കുന്ന സമയം മുതൽ എത്ര സമയമാണ് ദൈവ മുമ്പിൽ നമ്മൾ ചിലവഴിക്കുന്നത് എന്നുള്ളത് ഒരു നിമിഷം നമ്മളെല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കണം. എത്ര സമയമാണ് എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ ചിലവഴിക്കുന്നത്? ആ സമയത്തിന് നമുക്ക് ചില ക്ലിപ്തതകളുണ്ട്, ചില നിയന്ത്രണങ്ങളുണ്ട്. നമ്മൾ ആലോചിക്കണം, പെട്ടെന്ന് പോയിട്ട് എനിക്ക് പെട്ടെന്ന് വരേണ്ട സ്ഥലം പ്രാർത്ഥനാ സ്ഥലമാണ്.
എത്രയും വേഗം പോയി എത്രയും വേഗം തിരിച്ചു വരിക. എന്നിട്ട് വേണം അധിക സമയം ചിലവഴിക്കേണ്ട സ്ഥലങ്ങളിലേക്ക് നമ്മൾ യാത്രയാകുന്നത്. അപ്പോൾ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം, പരിശുദ്ധാത്മ നൽവരത്തിൻ്റെ പെന്തിക്കോസ്ത് ശുശ്രൂഷയ്ക്ക് ശേഷം വരുന്ന ഈ വെള്ളിയാഴ്ച, ഈ സ്വർണ്ണ വെള്ളിയാഴ്ച എന്നറിയപ്പെടുന്ന ഈ സമയം, ഈ ദിവസം നമ്മെ പഠിപ്പിക്കുന്ന, നമ്മോട് പറയുന്ന, ശിഷ്യന്മാർ പറയുന്ന കാര്യം ഇത് തന്നെയാണ്. 9-ാം മണി സമയത്ത് പ്രാർത്ഥനാ സ്ഥലത്തേക്ക് കടന്നു പോകുന്നു. അവർക്ക് മറ്റൊന്നും, അവരുടെ ജീവിതത്തിന് ഒന്നും മനോഹാരിത നൽകുന്നില്ല. നസ്രായക്കാരനായ ക്രിസ്തുവിനെ ഹൃദയത്തോട് ചേർക്കുവാനായിട്ടാണ് അവർ ദേവാലയത്തിലേക്ക് വരുന്നത്. നസ്രായന്റെ നാമം വിളിച്ചപേക്ഷിക്കുവാനായിട്ട് വരുന്നു. അവർക്ക് ദേവാലയത്തിൽ ഇരിക്കുന്നതാണ് അവരുടെ ഹൃദയത്തിന്, മനസ്സിനും കണ്ണിനും സന്തോഷം നൽകുന്നതും അവരുടെ ജീവിതത്തെ മനോഹരമാക്കുന്നതും. അവിടെ ഒരു പ്രത്യാശയുണ്ടെന്ന് നാം മനസ്സിലാക്കുന്നു. എന്നാൽ മറ്റിടങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്ന സ്ഥലങ്ങളിൽ പലപ്പോഴും അത് കുറച്ച് സമയം കഴിയുമ്പോൾ, അത് പിന്നീട് നമ്മളവിടെ ചെല്ലുമ്പോഴെല്ലാം നാം കാണുന്നുണ്ട്, അതൊന്നുകിൽ അവിടെ എഴുതി വച്ചേക്കും, റെനോവേഷൻ നടക്കുന്നതിനാൽ ഇവിടെ പ്രവേശനം ഇല്ല. അല്ലെങ്കിൽ മറ്റു ചില സമയങ്ങളിൽ അവിടെ എഴുതി വച്ചിരിക്കും, ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുള്ളവർ അധികമായതിനാൽ ഇന്ന് ഇനി മറ്റുള്ളവരെ പ്രവേശിപ്പിക്കുകയില്ല. എന്നാൽ യേശുവിൻ്റെ സ്ഥലത്ത്, പ്രാർത്ഥനാ സ്ഥലത്ത് എന്തെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? യേശുവിനെ ആരാധിക്കുവാനുള്ള പ്രത്യക്ഷതയിൽ നമ്മൾ കാണുന്ന ക്രിസ്തുവിനെ ആരാധിക്കുവാനുള്ള സ്ഥലത്ത് അവിടെ എത്രയോ മനുഷ്യർ നിറഞ്ഞുകൊള്ളട്ടെ, എത്രയോ ആളുകൾ അവിടെ വന്നുകൊള്ളട്ടെ, പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും പ്രവേശനമുള്ള സ്ഥലമാണ് പ്രാർത്ഥനാ സ്ഥലം. അതുകൊണ്ട് ആ പത്രോസും യോഹന്നാനും നമ്മെ പഠിപ്പിക്കുന്നു, ആരാധന സ്ഥലം എത്ര പേരെ വേണമെങ്കിലും ഉൾക്കൊള്ളാവുന്ന സ്ഥലമാണ്. അവിടെ നിനക്കൊരു സന്തോഷമുണ്ടാകും. നിന്റെ ശിരസ്സു നമിക്കുന്നതിലുള്ള ഒരു സന്തോഷം, നിന്റെ കൈകൾ ദൈവമുൻപിൽ കൂപ്പി നമസ്കരിക്കുന്നതിനുള്ള ഒരു സന്തോഷം, നിന്റെ മുട്ടുകൾ മടക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനുള്ള സന്തോഷം, നിനക്ക് വേണ്ടി ബലിയായിത്തീരുന്ന ക്രിസ്തു ആ ജീവിതത്തിൽ വരുന്ന ഒരു പ്രത്യാശയുള്ള സന്തോഷം. ഇതിനു വേണ്ടിയാണ് ഇവർ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുന്നത്. ആ സ്ഥലത്ത് ചെല്ലുന്ന സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനെക്കുറിച്ച്, മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കി പറയുന്നതാണ് ഇന്നത്തെ ഒരു ശ്ലീഹാ വായനയിൽ രേഖപ്പെടുത്തുന്നത്. മുടന്തനായ ഒരു മനുഷ്യൻ അവിടെ ഇരുന്നു കൊണ്ട്, ദേവാലയ ഗോപുരത്തിൽ ഇരുന്നു കൊണ്ട് ഭിക്ഷയാചിക്കുന്നുണ്ട്. ദേവാലയ ഗോപുരത്തിൻ്റെ നടയിലിരുന്ന് ഭിക്ഷയാചിക്കുകയാണ്. ധർമ്മം അവൻ ആവശ്യപ്പെടുകയാണ്. മറ്റുള്ളവരുടെ ഹൃദയത്തിൻ്റെ അലിവ് ഈ മനുഷ്യൻ അവിടെ ഇരുന്നുകൊണ്ട് പ്രതീക്ഷിക്കുകയാണ്. അതാണല്ലോ ഭിക്ഷയാചിക്കുന്നവർ അവർ ആദ്യമേ കാണുന്നത്. എൻ്റെ മുമ്പിൽ വരുന്നവൻ്റെ, എൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്ന ആളിൻ്റെ മനസ്സിൻ്റെ അലിവ് ഈ മനുഷ്യൻ ഇവിടെ ആഗ്രഹിക്കുകയാണ്. കാരണം ഓരോ മനുഷ്യർക്കും മനസ്സലിവുണ്ടായാൽ കൂടുതൽ എനിക്ക് ഉപജീവനത്തിന്, എൻ്റെ കാലുകൾ അനക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ, മറ്റുള്ളതിന് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇരുന്നുകൊണ്ട് എനിക്ക് ഉപജീവനം കഴിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ മറ്റുള്ളവരുടെ മനസ്സലിവ് ആഗ്രഹിച്ചുകൊണ്ട് ദേവാലയത്തിൻ്റെ നടയിലിരുന്നു കൊണ്ട് ഭിക്ഷയാചിക്കുകയാണ് ഈ മനുഷ്യൻ. അവൻ അവിടെ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അല്ല, കൂടുതൽ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് മനുഷ്യൻ പോകാൻ ആഗ്രഹിക്കുകയില്ല. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യും. ഇവരുടെ അടുക്കൽ വന്ന് ഭിക്ഷ ചോദിക്കുന്നു. അവനെ ഉറ്റുനോക്കിയിട്ട് പറയുകയാണ്, അവൻ വല്ലതും കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട്. അവർ അവനോട് പറയുന്ന കാര്യമാണ്, ഞങ്ങൾക്ക് യാതൊന്നും ഇല്ല. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം നീ ആഗ്രഹിക്കുന്നതല്ല.
ആ മുടന്തനായ മനുഷ്യന്റെ മുഖത്ത് നോക്കി ഉറ്റുനോക്കിക്കൊണ്ട് ആ നോട്ടത്തിൽ തന്നെ അവനോട് പറയുകയാണ്, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനവും ഞങ്ങളുടെ ജീവിതവും നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല. നീ എന്താണ് ആഗ്രഹിക്കുന്നത്? ഞങ്ങളുടെ കയ്യിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്നുള്ളതാണ്. പക്ഷേ നീ ആഗ്രഹിക്കുന്നത് പോലുള്ള ഒരു ജീവിതമല്ല ഇന്ന് ഞങ്ങൾ ജീവിക്കുന്നത്. നിനക്ക് ലഭിക്കാൻ പറ്റുന്ന ഒന്നും ഞങ്ങളുടെ കൈകളിലില്ല. നിനക്ക് തരാൻ പറ്റുന്നത് ഒന്നും ഞങ്ങളുടെ വസ്ത്രത്തിൻ്റെ കീശയിലില്ല. ഒന്നും ഞങ്ങളുടെ ജീവിതത്തിലില്ല. പക്ഷേ ഒന്ന് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ വന്ന സ്ഥലത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി, അത് പ്രാർത്ഥനാലയമാണെന്ന് മനസ്സിലാക്കി, ഒറ്റ കാര്യമേ എന്നോട് പറയാനുള്ളൂ. അത് നസ്രാനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കണം. നസ്രാനായ യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് ഇവിടെ നിന്ന് പോകണം. പ്രിയമുള്ളവരെ, സ്നേഹിതരെ, വാത്സല്യമുള്ളവരെ, ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒന്നും തരാൻ പറ്റുന്ന ഒരവസ്ഥയാണോ നമ്മൾ ജീവിതത്തിൽ ക്രിസ്തുവിനോട് നാം പ്രാർത്ഥിക്കേണ്ടത്? പക്ഷേ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ എല്ലാം പകർന്നു തന്നിരിക്കുകയാണ്. എല്ലാം ഇങ്ങനെ കൊണ്ടുവന്നു തന്നു എന്നുള്ളതല്ല. പ്രാർത്ഥനയ്ക്ക് ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ പകർന്നു നൽകി. നമ്മൾ പല രീതിയിൽ പല സ്ഥലങ്ങളിൽ ഇരുന്നവരാണല്ലോ, പല അവസ്ഥകളിൽ ഇരുന്നവരാണല്ലോ. പക്ഷേ അവിടെ നിന്ന് ഈ നാമം നമ്മെ എഴുന്നേൽപ്പിച്ചു. പാപത്തിൽ നിന്ന്, അധർമ്മത്തിൽ നിന്ന്, കുരളയിൽ നിന്ന്, ഏഷണിയിൽ നിന്ന്, അപവാദ പ്രചാരണങ്ങളിൽ നിന്ന്, മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് നസ്രാനായ യേശുവിൻ്റെ നാമം ഇന്നോ നാളെയോ നമ്മെ എഴുന്നേൽപ്പിക്കും. നമ്മൾ അവിടെ ഇരിക്കേണ്ടുന്നവരല്ല. നമ്മൾ അവിടെ സുഖമായിരിക്കേണ്ടവരല്ല. ഇതൊക്കെ ചെയ്തുകൊണ്ട് മനുഷ്യൻ സുഖമായി പല സ്ഥലങ്ങളിൽ ഇരിക്കുന്നവരാകാം. പക്ഷേ ഒരെഴുന്നേൽപ്പ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അതാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നത്, ഈ ദിവസം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഉണ്ടായ വൈകല്യങ്ങളില്ലാത്ത ഒരു ജീവിതത്തിൽ നിന്ന് നമ്മൾ വൈകല്യങ്ങളുള്ളവരായി അഭിനയിക്കുന്നവരാണവർ. നമുക്ക് യാതൊരു വൈകല്യങ്ങളുണ്ടോ? എന്നാൽ കാണും, അനേകം നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ടാകും അങ്ങനെ. അവരതിൽ നിന്ന് ഒരു മോചനത്തെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിലെല്ലാം ഉപരിയായി എല്ലാ കാര്യങ്ങളിലും നമ്മൾക്ക് വികലതയില്ലാതെ സൃഷ്ടിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ജീവിതത്തെയും മറ്റുള്ളവരുടെ ജീവിതത്തെയും വികലമാക്കുവാൻ ശ്രമിക്കുന്ന ഒരു ലോകത്തിലാണെന്ന് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. വികലമാക്കുവാൻ ശ്രമിക്കുകയാണ് മനുഷ്യ ജീവിതത്തെ. മനുഷ്യൻ തന്നത് മറ്റുള്ള ആരുമല്ല, മൃഗങ്ങളോ പക്ഷികളോ അല്ലെങ്കിൽ പ്രപഞ്ചങ്ങളോ പ്രപഞ്ചത്തിൽ വസിക്കുന്നതോ അതൊന്നുമല്ല. പ്രപഞ്ചത്തിൽ വസിക്കുന്ന മനുഷ്യൻ തന്നെ മനുഷ്യന്റെ വികലതയെ ഇങ്ങനെ പർവ്വതീകരിക്കുകയാണ്. ഇത് ചതിവുള്ള ലോകമാണ്. മനുഷ്യനെ ചതിക്കുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഓരോ നിമിഷങ്ങളിലും അപ്രകാരം തന്നെയാണ്. ഒന്നാമത്തെ ഭാഗത്തിന്റെ പ്രാധാന്യം ഇപ്രകാരം ഞാൻ ഓർപ്പിച്ചു. മുടന്തനായ മനുഷ്യനോട് ഉറ്റുനോക്കിക്കൊണ്ട് പറയുന്നു, നീ ആഗ്രഹിക്കുന്നതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ല. നീ ആഗ്രഹിക്കുന്നത് പോലെ തരാനുള്ളത് ഞങ്ങളുടെ കൈവശമില്ല. നീ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമില്ലാതില്ല. പക്ഷേ ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിനുള്ളൂ. അതെന്ത്? നസ്രായക്കാരൻ്റെ നാമം, നസ്രായക്കാരൻ്റെ ശക്തി, കൂടെ നടന്ന് കിട്ടിയ ശക്തി, കൂടെ വസിച്ചു കിട്ടിയ ശക്തി, പ്രകാശത്തോടു കൂടെ നടന്ന് ചിന്തിച്ചപ്പോൾ കിട്ടിയ ശക്തി, കടൽക്കരയിൽ നിന്ന് മടക്കയാത്രയിൽ ലഭിച്ച ശക്തി, പടകിൽ നിന്ന് ഇറങ്ങി നിന്നോടൊപ്പം നസ്രായക്കാരനായ ക്രിസ്തുവിനോടൊപ്പം നടന്ന
ആ വലിയ ശക്തി, മരുഭൂമിയിലിരുന്ന ശക്തി, യോർദാൻ നദിയിലിരുന്ന ശക്തി, അതുമാത്രമേ ഞങ്ങളുടെ ജീവിതത്തിലുള്ളൂ. അതുകൊണ്ട് നിന്നോട് പറയുകയാണ്, നീ എഴുന്നേൽക്കണം, നീ എഴുന്നേൽക്കിട്ട് നീ നടക്ക. അവൻ വലം കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവം. അവൻ്റെ എല്ലാ അവസ്ഥകളും മാറുകയാണ്. അവൻ ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. വാതുക്കലിരുന്നവനെ ദേവാലയത്തിൻ്റെ ഉള്ളിൽ കയറ്റുന്ന ഒരു ശക്തി, അതാണ് ദൈവകൃപ, ദൈവശക്തി. അതാണെന്ന് നമുക്ക് പകർന്നു നൽകുന്നത്. വാതുക്കലിരുന്ന് മനസ്സലിവ് യാചിച്ച മനുഷ്യനെ ക്രിസ്തുവിൻ്റെ മനസ്സലിവിന് എല്ലാ നിമിഷങ്ങളിലും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് തെളിയിക്കുന്ന ഒരു വലിയ ശക്തിയാണ് ഈ പത്രോസും യോഹന്നാനും ഈ മനുഷ്യനിൽ കൊടുക്കുന്നത്. നമുക്കും ഈ ശബ്ദം കേൾക്കുന്നവർക്കും നമുക്കൊന്ന് ഒരുങ്ങാം. എന്തിനു വേണ്ടി? വലങ്കൈയെങ്കിലും ദൈവമേ നീ ഒന്ന് താങ്ങിത്തരണമേ. തകർന്നുപോയ അവസ്ഥകളിൽ നിന്ന്, നഷ്ടപ്പെട്ടു പോയ അവസ്ഥകളിൽ നിന്ന് ദൈവമേ എൻ്റെ വലങ്കൈ ഒന്ന് താങ്ങണമേ, ഒന്ന് പിടിച്ചു തരണമേ. കടഭാരത്താലായിരിക്കും നമ്മൾ നിരാശപ്പെട്ടു പോയിരിക്കുന്നത്. ഭാവി ജീവിതത്തെക്കുറിച്ചായിരിക്കും നമ്മുടെ നിരാശകൾ. ഉപജീവനത്തിനുള്ള തുടർമാർഗങ്ങൾ നഷ്ടപ്പെട്ടു പോയതായിരിക്കും നമ്മുടെ നിരാശ. ജനിച്ച നാൾ മുതൽ കഷ്ടതകളിൽ കൂടി കടന്നു പോകുന്നതാകും നമ്മുടെ നിരാശ. എല്ലാവരും കൈവിട്ടു പോകുന്ന അവസ്ഥകളായിരിക്കും നമ്മുടെ നിരാശ. എല്ലാവരാലും നിന്ദിക്കപ്പെടുന്നതാകും നമ്മുടെ നിരാശ. പക്ഷേ പ്രാർത്ഥനാ സ്ഥലത്തിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ നിന്റെ വലങ്കൈ എന്നെ ഒന്ന് തൊടയണമേ, ഒന്ന് പിടിക്കണമേ, എഴുന്നേൽപ്പിക്കണമേ. നിന്റെ വലങ്കൈ എന്നിലൊന്ന് തൊടയണമേ. അത്രയും മാത്രം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, പ്രാർത്ഥിച്ചാൽ എന്തെന്ത് ഭാഗ്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത്. നമുക്ക് നഷ്ടപ്പെടാത്ത പല ഭാഗ്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൂടിക്കൊണ്ടിരിക്കും. അതിനുവേണ്ടിയാണല്ലോ നാം എല്ലാവരും ദൈവസന്നിധിയിൽ ആയിരിക്കുന്നതും നമ്മൾ ദൈവത്തിൻ്റെ കൃപയോട് യാചിക്കുന്നതും. ആ കൃപ നമ്മുടെ ജീവിതത്തിൽ ഒന്നാമതായി ഉണ്ടാകണം. ഒന്നാമത്തെ ഭാഗം പൂർത്തീകരിച്ചു കൊള്ളട്ടെ. നിന്റെ വലങ്കൈ എന്നെ ഒന്ന് താങ്ങി എഴുന്നേൽപ്പിക്കണം. മനസ്സലിവുള്ള ഒരു ഹൃദയം അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നമുക്കും അങ്ങനെ തന്നെയാണ്. അലിവുള്ള ഹൃദയമാണ് നമ്മൾക്ക് നൽകിയിട്ടുള്ളത്. പക്ഷേ അത് മനസ്സലിവില്ലാത്ത ഹൃദയമായി മാറുന്നത് നമ്മുടെയൊക്കെ സ്വഭാവങ്ങൾ കൊണ്ട് തന്നെയാണ്. നമ്മുടെ സ്വഭാവം തന്നെയാണ് നമ്മുടെ ഹൃദയങ്ങളെ മാർദ്ദവമില്ലാതാക്കുന്നത്. അതിനെ കുറച്ചുകൂടെ പരുക്കൻ സ്വഭാവത്തിലേക്ക് നമ്മൾ വളർത്തിയെടുക്കുന്നത്. ദൈവം തന്നിട്ടുള്ള കൃപയനുസരിച്ച് ദൈവമേ എൻ്റെ ഹൃദയം മാർദ്ദവമുള്ളതാക്കി തീർക്കുവാനിടയാകണമേ. പരുക്കനായ അവസ്ഥയിൽ നിന്ന് പരുക്കമായ രീതിയിൽ ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ആത്മീക വർധനയ്ക്കായിട്ട് നിന്റെ മുമ്പിൽ നിൽക്കുന്നു. അത് ദൈവ മുമ്പിൽ ചെലവഴിക്കുന്ന ഈ സമയത്തിന് തുല്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ ജീവിതത്തിൽ ഈ ദിവസം ലഭിച്ച സമയം ഏറ്റവും ശ്രേഷ്ഠകരമാണെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഈ വെള്ളിയാഴ്ച ഇവിടെ ആയിരിക്കണമെന്ന്, ഇവിടെ ആയിരുന്ന് ധ്യാനിക്കണമെന്നോ, ഇവിടെ ആയിരുന്ന് പ്രാർത്ഥിക്കണമെന്നോ, ഇവിടെ വരണമെന്നോ എന്നുള്ളത് ദൈവം എന്നെ നിശ്ചയിച്ചു കൊണ്ടുവന്നത്. മറ്റാരും മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയാൽ അത് വരികയില്ല. നമ്മുടെയൊക്കെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ശക്തിയും ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഇവിടെ നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. നമുക്ക് പല വഴികൾ, പല സന്ദർഭങ്ങൾ, പല കാര്യങ്ങളിൽ നമുക്ക് ഇടപെടാമായിരുന്നു. ഇന്ന് ഭവനങ്ങളിൽ ഇരിക്കാമായിരുന്നു. പക്ഷേ ഈ ദിവസം എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇവിടെ ആയിരിക്കണമെന്ന് യേശു മുൻകൂട്ടി നിശ്ചയിച്ച ദിവസമാണിത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്.
ആ ദിവസത്തിൽ എൻ്റെ തമ്പുരാൻ എൻ്റെ വലം കൈ പിടിക്കുന്നു. ഇന്നത്തെ വേദഭാഗങ്ങൾ, അതായത് സ്വർണ്ണ വെള്ളിയാഴ്ചയുള്ള സന്ധ്യ, പ്രഭാതം, വിശുദ്ധ കുർബാന, ആ 3 ഭാഗങ്ങളിലൂടെ നമ്മൾ ചേർത്ത് ഒന്ന് ചിന്തിക്കാം. ഒന്നാമത്തെ ഭാഗം അത് ശ്ലീഹ വായനയിൽ അത് പൂർത്തീകരിച്ച് ഞാൻ ഓർപ്പിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ ഭാഗം സന്ധ്യയുടെ വായനയിൽ ഇന്നലെ വൈകിട്ട് സന്ധ്യയുടെ എവൻഗേലിയോൻ ഭാഗം ഇപ്രകാരമാണ് ഓർപ്പിച്ചത്. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 23 മുതലുള്ള വേദഭാഗമാണ്. യേശുതമ്പുരാൻ തൻ്റെ ശുശ്രൂഷയിൽ പറയുന്ന കാര്യമാണ്. നമ്മൾ പല ആവർത്തികൾ വിശുദ്ധ കുർബാനയിൽ ഈ ഭാഗങ്ങൾ ധ്യാനപൂർവം എവൻഗേലിയോൻ ഭാഗമായിട്ട് കേട്ടിട്ടുണ്ട്. അത് വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ തന്നെ പ്രസംഗത്തിലും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അതിനോട് ചേർന്ന് വെച്ച് ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം ഒന്നുമില്ലാത്ത ഒരവസ്ഥകളെ കുറിച്ചാണ് ഓർപ്പിക്കുന്നത്. പത്രോസും യോഹന്നാനും പറഞ്ഞ് ഞങ്ങൾക്കൊന്നുമില്ല. എന്നാൽ ഈ വേദഭാഗവും കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നതാണ്, എങ്ങനെയാണ് ഒരു മനുഷ്യന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഈ വേദഭാഗത്തിൻ്റെ ചിന്തകളിലൊന്ന് ഓർപ്പിക്കുകയാണ്. എങ്ങനെയായിരിക്കണം ഒരു മനുഷ്യൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടത്? എത്രമാത്രം പ്രയത്നങ്ങൾ ആവശ്യമാണ്, എത്രമാത്രം കഷ്ടതകൾ ആവശ്യമാണ് സ്വർഗരാജ്യത്തിൽ ഒരു മനുഷ്യൻ പ്രവേശിക്കാൻ. പല സ്ഥലങ്ങളിൽ പ്രവേശിക്കുന്നതിന്, എല്ലാ സ്ഥലങ്ങളിലും പ്രവേശിക്കുന്നതിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിൻ്റെതായ ചില കഷ്ടതകളും പ്രയാസങ്ങളും ഉണ്ട്. എന്നെങ്കിൽ മാത്രമേ അവിടെ പ്രവേശിക്കുവാനായിട്ട് സാധ്യമാകുള്ളൂ. ചിലത് ഒരു ഈസി വേ ആയിരിക്കും, ചിലത് ഒരു സഫറിങ് വേ ആയിരിക്കും. എളുപ്പമുള്ള വഴിയും കഷ്ടതയുള്ള വഴിയുമുണ്ട്. എളുപ്പമുള്ള വഴികൾ മനുഷ്യൻ തിരഞ്ഞെടുക്കാറുണ്ട് ഏത് സ്ഥലത്ത് ചെല്ലുന്നതിനും. നമ്മൾ യാത്ര ചെയ്യുമ്പോഴെല്ലാം ഇപ്പോൾ അതിന് നമുക്ക് റൂട്ടുകൾ യഥാസമയം കൊണ്ടെത്തിക്കും. എത്ര മിനിറ്റ് കൊണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമാകും. എവിടെ നിന്നാണ് യാത്ര തുടങ്ങേണ്ടതെന്ന് മനസ്സിലാക്കാം. എവിടെ ഇത്ര സമയത്തിന് ചെല്ലുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ നമ്മൾ ഇതുവരെയും ദൈവരാജ്യത്തിലേക്കുള്ള വഴികൾ എത്ര സമയം കൊണ്ട് ചെല്ലുമെന്ന് ഒരു ഉപകരണവും നമ്മെ പരിചയപ്പെടുത്തിയിട്ടില്ല. ഒന്നും നമ്മെ പരിചയപ്പെടുത്തിയിട്ടില്ല. എത്ര മിനിറ്റ് സമയം കൊണ്ട് ഈ സ്വർഗരാജ്യത്തിൽ ചെല്ലാമെന്നുള്ളത് നമുക്ക് പരിചയപ്പെടുത്തിയിട്ടില്ല. അതൊരു ഈസി വേ ആണോ എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. മറ്റ് സ്ഥലങ്ങൾ, മറ്റ് ചില തിരക്കുകളുള്ള ഇടങ്ങൾ വിട്ട് തിരക്കില്ലാത്ത സ്ഥലങ്ങളിലൂടെ കടന്നു പോകാമെന്നുള്ളത് നമ്മെ പരിചയപ്പെടുത്താത്ത വഴിയാണ് ക്രിസ്തുവിൻ്റെ വഴി. ലോകം നമ്മെ അത് പരിചയപ്പെടുത്തുകയില്ല. ലോകം നമ്മെ പരിചയപ്പെടുത്തുന്നത് സന്തോഷത്തിൻ്റെ വഴികളായും, ലോകം നമ്മെ പരിചയപ്പെടുത്തുന്നത് കഷ്ടതയില്ലാത്തൊരു വഴിയെ പരിചയപ്പെടുത്തും, ദുഃഖങ്ങളില്ലാത്ത വഴിയെ പരിചയപ്പെടുത്തും, ബന്ധങ്ങളില്ലാത്ത വഴിയെ പരിചയപ്പെടുത്തും, സ്നേഹങ്ങളില്ലാത്ത വഴിയെ പരിചയപ്പെടുത്തും. അതാണ് ലോകം. എന്നാൽ ദൈവരാജ്യത്തിലേക്കുള്ള വഴി ക്രിസ്തു നമ്മെ പരിചയപ്പെടുത്തുന്നത് സ്നേഹത്തിൻ്റെ വഴിയാണ്, കഷ്ടതയുടെ വഴിയാണ്. ഈ വഴിയിലൂടെ നടക്കുന്നവരെ നീ കരുതിക്കൊണ്ടുവരണമെന്ന് പറയുന്ന വഴിയാണത്. നിന്റെ പിന്നാലെ നഷ്ടപ്പെട്ടു പോയവരുണ്ടെങ്കിൽ അവരെ ചേർത്ത് കൊണ്ടുവരുത്തുന്ന വഴിയാണിത്. അതാണ് വേദഭാഗം ഞാൻ ഓർപ്പിച്ചു. വിശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 23 മുതലുള്ള വേദഭാഗങ്ങൾ. യേശുതമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം തന്നെ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആ മനുഷ്യന്റെ വഴി ലോകത്തിന്റെ വഴിയാണ്. ക്രിസ്തു പറഞ്ഞ മനുഷ്യന്റെ വഴി അത് ലോകത്തിന്റെ വഴിയാണ്, സ്നേഹമില്ലായ്മയുടെ വഴിയാണ്,
അപഹരിക്കപ്പെടുന്ന വഴിയാണ്, ചതിക്കപ്പെടുന്ന വഴിയാണ്, ദാനധർമ്മങ്ങളില്ലാത്ത വഴിയാണത്. എന്നാൽ കർത്താവ് ഓർപ്പിക്കുന്നു, അത് പ്രയാസം തന്നെ. അങ്ങനെയെങ്കിൽ അതാർക്ക് സാധ്യമാകും? ഈ സ്വർണ്ണവെള്ളിയാഴ്ചയിൽ നമുക്കൊന്ന് നമ്മുടെ മനസ്സിലൊന്ന് ഒരു ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിട്ടൊന്ന് നമുക്കൊന്ന് രേഖപ്പെടുത്താം. അതാർക്ക് കഴിയും? ദൈവരാജ്യത്തിൻ്റെ വഴി ഈ ലോകത്തിലുണ്ട്, നമുക്കതിൽ കൂടി നടക്കാം. ദൈവരാജ്യത്തിൻ്റെ വഴി നമ്മെ പരിചയപ്പെടുത്തുന്നു, നമുക്കതിലൂടെ ഒന്ന് യാത്ര ചെയ്യാം. അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും സ്വർഗരാജ്യം, സന്തോഷത്തിൻ്റെ രാജ്യം, മഹത്വ രാജ്യം, സ്വർഗീയ പറുദീസ, വിശുദ്ധന്മാരുടെ കൂട്ടായ്മകൾ, പൂർവപിതാക്കന്മാരുടെ സംഗമ സ്ഥലങ്ങൾ. ഇതെല്ലാം നമുക്കൊന്ന് കാണാനായിട്ട് നമുക്കൊന്ന് യാത്രയാകാം. ഇവിടെ അങ്ങനെയെങ്കിൽ ആ യാത്രയിൽ നമുക്ക് പങ്കെടുക്കാം. എങ്ങനെ? സ്നേഹത്തിൻ്റെ വഴികളിലൂടെ, ദ്രോഹമില്ലാത്ത വഴികളിലൂടെ, പ്രത്യാശയുടെ വഴികളിലൂടെ, അനുതാപ വഴികളിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. അങ്ങനെയെങ്കിൽ അതാണ് ജീവിതത്തിൽ എൻ്റെ സ്വർഗരാജ്യം. അത് അവിടെ ചെല്ലുവാൻ എത്ര മിനിറ്റ് ഉണ്ട് എന്ന് നമുക്ക് ആർക്കും രേഖപ്പെടുത്തുവാനോ ചിന്തിക്കുവാനോ സാധ്യമല്ല. അതെങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളത് നാം തന്നെ നമ്മുടെ വാഹനങ്ങൾ ഡ്രൈവ് ചെയ്തു പോകണം. നമ്മുടെ ജീവിതത്തെ നമ്മൾ തന്നെ ഒന്ന് ഓടിച്ചു കൊണ്ടുപോകണം. അപകട സ്ഥലങ്ങളില്ല അവിടെ. വലിയ വലിയ മറ്റ് പ്രതിസന്ധികളില്ലാത്ത സ്ഥലങ്ങളാണ്. അത് ദൈവരാജ്യത്തിലേക്കുള്ള വഴിയാണ്. പ്രതിസന്ധികളില്ലാത്ത വഴികളിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. നമുക്ക് കരുതിക്കൊണ്ട് യാത്ര. അതാണ് ക്രിസ്തു ഓർപ്പിക്കുന്നത്. ഈ ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് പ്രയാസമാണെന്ന് ഞാൻ പറയുന്നു. അതിന് ഉദാഹരണവും പറയുന്നുണ്ട്. ഒരു മൃഗത്തിനെ കുറിച്ചാണ് പറയുന്നത്. പരിചിതമാണല്ലോ. അത് ഒട്ടകം സൂചിക്കുഴയിൽ കൂടി പ്രവേശിക്കുന്നത് എളുപ്പമെന്ന് നിങ്ങളോട് പറയുന്നു. അപ്പോഴാണ് ശിഷ്യന്മാർ ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് കേട്ടിട്ട് ശിഷ്യന്മാർ ഏറ്റവും വിസ്മയിച്ചു. എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും? തിരിച്ചുള്ള മറുപടിയാണ് നമ്മെ വിലയിരുത്തേണ്ടത്. അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യമെന്ന് പറഞ്ഞു. മനുഷ്യർക്ക് അത് അസാധ്യമാണ്. കാരണം അതിൻ്റെ ഒന്നാമത്തെ ഭാഗം ഓർപ്പിക്കുന്നത് ഒരു വലിയ മനുഷ്യനെ കുറിച്ചാണ്. വലിയ മനുഷ്യന്റെ അടുക്കൽ അഭയപ്പെട്ടിരുന്ന ആർക്കും തൃപ്തി ഉണ്ടായിരുന്നില്ല, ഭക്ഷണം ലഭിച്ചിരുന്നില്ല. ധനവാന്റെ അടുക്കൽ സമീപിച്ചിരുന്ന ഒരാൾക്ക് ഭക്ഷണം ലഭിച്ചില്ല. നമ്മൾ വായിക്കുന്നില്ലേ ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ധൂർത്തപുത്രൻ ആ ദേശത്തിലെ പൗരപ്രമുഖന്റെ അടുക്കൽ, ധനവാന്റെ അടുക്കൽ ചെന്ന് ജോലി അന്വേഷിച്ചു. കിട്ടിയതോ വയലിൽ പന്നികളെ മേയിക്കുന്ന ജോലിയാണ്. ലഭിച്ച ഭക്ഷണം എന്താണ്? പന്നികൾക്ക് കൊടുക്കുന്ന ഭക്ഷണമാണ്. അപ്പോൾ ധനവാന്റെ അടുക്കൽ അഭയപ്പെട്ടിരുന്ന മനുഷ്യന് ഒരിക്കൽ പോലും സന്തുഷ്ടിയോടും കൂടി സ്വന്തം വിശപ്പ് മാറ്റുവാനായിട്ട് സാധിച്ചില്ല എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് അവൻ സ്വന്തം പിതാവിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുന്നത്. ഇതാണ് പ്രയാസം. ഇതാണ് ജീവിതത്തിൽ മനുഷ്യന്റെ പ്രയാസം എന്ന് പറയുന്നത്. ലഭിക്കേണ്ടത് പലപ്പോഴും ലഭിച്ചില്ല എന്ന് വരാം. ഞാൻ തിരുവചന അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ വാക്കിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ ധ്യാനം നടത്തുന്നത്. മറ്റ് കാര്യങ്ങളിൽ ഒരു സ്പർശനമില്ലല്ലോ. ക്രിസ്തു പറയുന്നു, എന്നാൽ ഇത് ദൈവത്തിന് സാധ്യമാണ്. ഇത് ദൈവത്തിന് സാധ്യമാണ്. ദൈവം നമ്മളിലൂടെ, മനുഷ്യനിലൂടെ ഇത് സാധ്യമാക്കി തരും. ദൈവത്തിന് സാധ്യമാകുന്നത് എന്തും മനുഷ്യനും സാധ്യമാകും, നമുക്കും സാധ്യമാകും. രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയുമെന്ന് ചോദിച്ചപ്പോൾ അത് മനുഷ്യർക്ക് അസാധ്യമാണെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് അത് സാധ്യമാണ്.
ദൈവകൃപയുള്ളവർക്കത് സാധ്യമാണ്. ദൈവത്തിൻ്റെ മഹത്വം കണ്ടവർക്കത് സാധ്യമാണ്. ആ പുണ്യപിതാവിൻ്റെ അടുക്കലാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ദൈവം പലതിനെയും ജീവിതത്തിൽ ഭംഗിയായി സാധ്യമാക്കി കൊടുത്ത ഒരു പുണ്യവാന്റെ അടുക്കലാണ് നമ്മൾ ഇരിക്കുന്നത്. എല്ലാ പ്രതിബന്ധങ്ങളും സാധ്യമാക്കി സന്തോഷത്തിൻ്റെ പാതയിലാക്കി കൊടുത്തതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ പ്രതിബന്ധങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ ആ പരിശുദ്ധൻ്റെ അടുക്കൽ വന്ന് നമ്മൾ ഹൃദയവേദനയോട് പറയുന്നത്. കാരണം സാധ്യമാക്കി തരുന്ന ഒരു ഇടമാണിതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രിയമുള്ളവരെ, നാം ആലോചിക്കുക, ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ, ഈ സ്വർണ്ണ വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മെ ഓർപ്പിക്കുന്ന വേദഭാഗങ്ങൾ ഇത് തന്നെയാണ്. ഒന്നുമില്ലാതിരുന്നപ്പോഴും ദൈവമാണ് പ്രത്യാശ എന്നുള്ള ജീവിതത്തെ കണ്ടവരാണ് പൂർവ്വപിതാക്കന്മാർ. ഒന്നുമില്ലാതിരുന്നപ്പോൾ, വേദനയായി ഇരുന്നപ്പോൾ, രോഗമായിരുന്നപ്പോൾ, എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ചുറ്റുപാട് നോക്കുമ്പോൾ നിരാശ മാത്രം, പ്രപഞ്ചത്തിലേക്ക് നോക്കി എവിടുന്നോ ഒരു സ്നേഹിതൻ വരുമെന്നുള്ള പ്രത്യാശയിൽ തങ്ങളുടെ കണ്ണുകൾ ദൂരേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു നല്ല ഒരു കൂട്ടുകാരൻ നമ്മുടെ ജീവിതത്തിൻ്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. അതാ സാധ്യമാക്കി തരുന്ന എൻ്റെ ജീവിതത്തിൽ പല പ്രയാസങ്ങൾ മാറ്റി എല്ലാം സാധ്യമാക്കി തരുന്ന ഒരു ദൈവം എൻ്റെ അടുക്കലുണ്ട്. കണ്ണുനീർ ധാരധാരയായി ഒഴുകപ്പെടുന്ന കണ്ണുകളും ഹൃദയങ്ങളിൽ അത് പേറാൻ സാധ്യമാകാത്ത തരത്തിലുള്ള ദുഃഖങ്ങൾ വഹിച്ചു കൊണ്ടുപോകുന്നവരും, വേദനയോട് പോകുന്നവരും, നിരാശയോട് പോകുന്നവരും അനേക മനുഷ്യർ നമ്മുടെ ചുറ്റുപാട് കാണുന്നില്ലേ? നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക, ഞാനിവിടെ നിന്ന് ഈ വാക്കുകൾ ദൈവവചനം പറയുമ്പോൾ നമ്മളെല്ലാവരും ആലോചിക്കുക, എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ ഇപ്പോഴെല്ലാം കടന്നു പോകുന്നത്, എന്ത് വേദനകൾ വഹിച്ചുകൊണ്ടായിരിക്കാം. ഇത് കേൾക്കുന്നവരും ഈ മീഡിയയിലൂടെ ഇത് കേട്ടുകൊണ്ട് ധ്യാനപൂർവ്വം ഇരിക്കുന്നവരും ഒക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ ദിവസം എന്തെല്ലാം ഭാരങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ നമുക്ക് പ്രാർത്ഥന കഴിയുമ്പോൾ ഒരു പ്രത്യാശയുണ്ട്, നാളെ അത് എനിക്ക് ശുഭകരമായി മാറുമെന്നുള്ളത്. നാളെ എനിക്ക് അടുത്ത പ്രഭാതം എനിക്ക് ഒരു സന്തോഷത്തിൻ്റെ പ്രഭാതമാക്കി തരുവാൻ സാധ്യമാക്കി തരുന്ന ഒരു ക്രിസ്തു ഇന്നെൻ്റെ വലങ്കയിൽ പിടിക്കണമേ എന്ന് നമുക്ക് കരുണയോടെ പ്രാർത്ഥിക്കണം. നാളത്തെ പ്രഭാതം എനിക്ക് ദൈവകൃപയുടെ പ്രഭാതമാകണം. എനിക്ക് നിരാശ വിട്ട് പ്രത്യാശയുള്ളൊരു പ്രഭാതമാകണം. എൻ്റെ ഹൃദയഭാരം ഒന്ന് കുറയുന്ന ഒരു പ്രഭാതമാകണം. എൻ്റെ മാനസികമായ വ്യഥകളൊന്ന് കുറയുന്ന അടുത്തതൊരു പ്രഭാതമാകണം. അതിനുവേണ്ടി ഇന്ന് അനുതാപത്തോട്, ഹൃദയവേദനയോട് പ്രാർത്ഥിക്കാം. ദാവീദ് പറഞ്ഞതുപോലെ, നിർമ്മലമായ നിന്റെ ഹൃദയത്തെ എന്നിൽ പ്രതീക്ഷിക്കണമേ, സ്ഥിരമായ ഒരാത്മാവിനെ എനിക്ക് തരണമേ, സ്ഥിരമായ ഒരാത്മാവിനെ എനിക്ക് തരണമേ. അതിനുവേണ്ടി ഞാൻ യാചിക്കുകയാണ്. അപ്പോൾ മനുഷ്യനാൽ അസാധ്യമായ കാര്യങ്ങളെല്ലാം ദൈവത്താൽ സാധ്യമാക്കി തരുന്നു. നമുക്ക് പല കാര്യങ്ങൾ ഇന്ന് അസാധ്യമാണ്. അസാധ്യതയുടെ നടുവിലാണ് നാം ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പത്രോസ് ചോദിക്കുന്നുണ്ട്, സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് ഇനി എന്ത് കിട്ടും? ഞങ്ങൾക്കിനി എന്താണ് കിട്ടുന്നത്? എല്ലാം വിട്ടുപോയി, എല്ലാം പോയി. ഇനി തിരിച്ചു ചെല്ലാൻ പറ്റുമോ? ഇനി തിരിച്ചു ചെന്നാൽ ഒന്ന് എന്ന് തുടങ്ങണം. കടൽക്കരയിൽ ചെന്നാൽ ഇനി ആദ്യം മുതൽ തുടങ്ങണം. പടക് നന്നാക്കണം, വല നന്നാക്കണം, കടലിൻ്റെ ഓളപ്പരപ്പുകൾ അറിഞ്ഞ് വലയെറിയണം. ഇനി ഒന്നേന്ന് തുടങ്ങണം. ഞങ്ങൾ സകലതും വിട്ടു, നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്കിനി എന്ത് കിട്ടും? ഞങ്ങൾ തിരിച്ചു പോകാനുള്ള ഒരാഗ്രഹം ഞങ്ങളുടെ മനസ്സിൽ എവിടെയോ ഒന്ന് അവശേഷിക്കുന്നു. പോയാലും നിരാശയാണ്,
ഞങ്ങൾ തിരിച്ചു പോയാലും നിന്റെ അടുക്കൽ നിന്ന് പോയാലും ഒരു നിരാശയുണ്ടാകും. കാരണം എന്താ? ഞങ്ങളിനി ആദ്യം മുതൽ ആരംഭിക്കണം. ഇത്രയും സമയം ഇവിടം വരെ കൊണ്ടുവന്നു, ഞങ്ങളെ കൊണ്ടുവന്നു, ഞങ്ങൾ നിന്നോടൊപ്പം വന്നു, എല്ലാം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ വന്നു. പക്ഷെ തിരികെ പോയാൽ ഞങ്ങൾക്ക് ആദ്യം മുതൽ ആരംഭിക്കണം. പടക് നന്നാക്കാൻ, വല നന്നാക്കാൻ, ഞങ്ങളുടെ സ്നേഹിതരെ കണ്ടുപിടിക്കാൻ, ആഴങ്ങളിലേക്ക് വലയെറിയുന്നതിന് പോകാൻ ഞങ്ങൾ പലതും ഒന്നാമത് മുതൽ കണ്ടുപിടിക്കണം. അതുകൊണ്ട് ഇന്ന് വരെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള, നമ്മെ നടത്തിയിട്ടുള്ള, നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയിട്ടുള്ള നസ്രായക്കാരനായ ക്രിസ്തുവിനെ ഉപേക്ഷിച്ചിട്ടോ ഈ വഴിയിൽ മാറ്റി നിർത്തിയിട്ടോ നമ്മളിനി പിന്നോട്ടോ പോകുവാനായിട്ട് ഇടയാകരുത്. മുന്നോട്ട് തന്നെ ഈ ദൈവരാജ്യത്തെ ലക്ഷ്യമാക്കി നമുക്ക് മുന്നോട്ട് പോകാം. പക്ഷേ കുറവുകൾ ഉണ്ടാകാം. ഇന്ന് നമ്മുടെ കൈകളിൽ ഒന്നുമില്ലായ്മ ഉണ്ടാകാം. പക്ഷേ നാളെ ആ വലകൾ നിറയുന്ന ഒരു ദിവസമുണ്ടാകും. ക്രിസ്തുവിൻ്റെ ക്രൂശാരോഹണത്തിന് ശേഷം ക്രിസ്തു നഷ്ടപ്പെടുമ്പോഴും പത്രോസ് തന്നെ പറയുന്നുണ്ട്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. സഹശിഷ്യന്മാർ കേട്ടിട്ട് പറയുന്നു, ഞങ്ങളും വരികയാണ് നിന്നോടൊപ്പം. അവരാദ്യം മുതൽ തുടങ്ങാൻ പോവുകയാണ്. ആദ്യം മുതൽ ക്രിസ്തുവിനെ വിട്ട് ആദ്യം മുതൽ തുടങ്ങിയതെല്ലാം നിരാശയായിരുന്നുവെന്ന് ക്രിസ്തുവിനോട് ഈ ശിഷ്യന്മാർ തന്നെ പറയുന്നുണ്ട്. ക്രിസ്തുവിനോട് ഈ ശിഷ്യന്മാർ തന്നെ പറയുകയാണ്, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു, ഞങ്ങളുടെ പഴയ പണികൾ ആരംഭിച്ചിരിക്കുന്നു. വലയും പടകും വള്ളവും എടുത്തുകൊണ്ട് ഞങ്ങൾ കടലിലേക്ക് യാത്രയാവുന്നു. പക്ഷേ ഞങ്ങൾക്കൊരു ജീവിതത്തിൽ ഒരു നിരാശയായി പോയി. എവിടെ വെച്ചാണോ കർത്താവേ നിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മാറിയത്, അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ നിരാശയായി പോയി, നിരാശ ബാധിച്ചു കഴിഞ്ഞു, സകലതും വിട്ടു. ഇനി ഞങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? കർത്താവ് അവരെയും കൈവിടുന്നില്ല. അവരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ലഭിക്കും. ഈ പടക്, നിങ്ങൾ നിൽക്കുന്ന പടകിന്റെ അടുക്കൽ തന്നെ സമൃദ്ധിയുണ്ടെന്ന് ശിഷ്യന്മാരെ പറഞ്ഞു മനസ്സിലാക്കുന്നു. നിങ്ങൾ നിൽക്കുന്ന നിങ്ങളുടെ പടകിന്റെ അടുക്കൽ തന്നെ ഈ കടലിൽ സമൃദ്ധിയുണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അവരോട് കൂടെ ഉണ്ടാകുന്നു. ആ മത്സ്യത്തെ കരയിലേക്ക് വലിച്ചു കൊണ്ടുവന്ന് അതിൽ നിന്ന് ഭക്ഷിച്ച് തൃപ്തിയാകുന്ന ഗുരുവും ശിഷ്യന്മാരുമാണ് നാം കാണുന്നത്. സകലതും വിട്ടു നിന്നെ ഇനി ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, 12 സിംഹാസനത്തിലിരുന്ന് എല്ലാ ഇസ്രായേൽ ഗോത്രം 12നെയും നിങ്ങൾ ന്യായം വിധിക്കും. ഈ 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രങ്ങളെ നിങ്ങൾ ന്യായം വിധിക്കും. അതാണ് നിങ്ങൾക്കുള്ളത്. അതിനപ്പുറമായിട്ട് നിങ്ങൾക്ക് എന്താണ് ഇനി വേണ്ടത്, ആവശ്യമുള്ളത്? എന്താണ് ആവശ്യം നിങ്ങൾക്ക്? സകലവും വിട്ടത് പടകിൽ നിന്ന് അവർക്ക് യാത്രയാകേണ്ട വന്നത് സിംഹാസനത്തിലേക്കാണ്. പടകിൽ നിന്ന് ക്രിസ്തു വിളിച്ചത് മഹത്വത്തിന്റെ സിംഹാസനത്തിലേക്കാണ്. പിതാവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് അവരെ വിട്ടുമാറ്റിയത് മഹത്വത്തിന്റെ സിംഹാസനത്തിലേക്കാണ്. പ്രിയമുള്ളവരെ, ഒന്നുമില്ല എന്ന് പറയുവാൻ, യാതൊന്നും ഞങ്ങളുടെ കൈകളിലില്ല, നസറായന്റെ നാമം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ദിവസത്തിൽ നമ്മോട് ഈ ക്രിസ്തു നമ്മോട് പറയുന്നു, ഒന്നുമില്ലാതെ ഇരിക്കുമ്പോൾ നിന്റെ സ്വർഗരാജ്യം നീ തന്നെ കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകതയെ ഓർപ്പിക്കുമ്പോൾ നാം ആലോചിക്കുന്ന ഈ ലോകത്തിന്റെ കടൽക്കരയിൽ നിന്ന് മഹത്വത്തിന്റെ സിംഹാസനത്തിലേക്കുള്ള ഒരു യാത്ര എൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. അവിടെ നമ്മൾ എത്ര നിമിഷം യാത്ര ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. ആ യാത്രയിൽ ആരൊക്കെയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന യാത്രയിൽ? ആരൊക്കെയാണ് നമ്മെ അനുഗമിച്ചിരുന്നത്? ആരൊക്കെയാണ് നമ്മെ സ്നേഹിച്ചിരുന്നത്? ആരോടൊക്കെയാണ് നമ്മൾ സഹവാസം പുലർത്തിയിരുന്നത്? നാം ആലോചിക്കുക. ഈ സഹവാസത്തിൽ നിന്ന് തന്നെയാണ് എനിക്ക് ജീവിതത്തിൽ പ്രത്യാശ ഉണ്ടായത്. അതുകൊണ്ട് ധനവാന്റെ ആഗ്രഹങ്ങളെക്കാൾ ഉപരിയായി ഒന്നുമില്ലായ്മയുള്ള മനുഷ്യർക്ക് കിട്ടിയത്
മഹത്വത്തിൻ്റെ സിംഹാസനമാണ്. ആ മഹത്വത്തിൻ്റെ സിംഹാസനം അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. അതെന്തിനു വേണ്ടി? ഭരണത്തിന് വേണ്ടിയല്ല, മഹത്വത്തിൻ്റെ ന്യായവിധിക്ക് വേണ്ടിയാണ് അവരെ ഓർമ്മപ്പെടുത്തുന്നത്. രണ്ടാമത്തെ വേദഭാഗം, 2 ഭാഗങ്ങൾ പൂർത്തീകരിച്ചു കൊള്ളട്ടെ. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം തന്നെ 36 മുതൽ 10-ാം അധ്യായത്തിൻ്റെ 7 വരെയുള്ള വേദഭാഗങ്ങളാണ്. അത് രണ്ടാമത്തെ വായനാ ഭാഗമാണ്. ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുകയാണ്. തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പ് എന്തിനു വേണ്ടിയാണ്? അധികാരത്തിൻ്റെ തിരഞ്ഞെടുപ്പല്ല, ശുശ്രൂഷയുടെ തിരഞ്ഞെടുപ്പാണ്. അധികാരത്തിൻ്റെ തിരഞ്ഞെടുപ്പല്ല, ശുശ്രൂഷയുടെ തിരഞ്ഞെടുപ്പാണ്. ആ ശുശ്രൂഷയുടെ തിരഞ്ഞെടുപ്പ് ഓർപ്പിക്കുകയാണ്. തൻ്റെ 12 ശിഷ്യന്മാരെയും വിളിച്ചിട്ട് പറയുന്നു, 1, അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാൻ, സകലവിധ ദീനവും വ്യാധിയും പൊറിപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനുള്ള അധികാരം ഇവർ കൊടുക്കുകയാണ്. സമ്പാദിക്കുവാനുള്ള അധികാരമല്ല, ശുശ്രൂഷിക്കുവാനുള്ള അധികാരം ശിഷ്യന്മാർ കൊടുത്തു. അവരെ തിരഞ്ഞെടുത്തുകൊണ്ട് അവരുടെ പേരുകളൊക്കെ ഓർപ്പിക്കുന്നുണ്ട് 10-ാം അധ്യായത്തിൽ തന്നെ. ക്രിസ്തുവിൻ്റെ തിരഞ്ഞെടുപ്പ് അധികാരത്തിനുള്ളതല്ല, ശുശ്രൂഷയുടെ തിരഞ്ഞെടുപ്പാണ്. ആ ശുശ്രൂഷയുടെ തിരഞ്ഞെടുപ്പിൽ നമ്മൾ ചെല്ലേണ്ടത്, ശിഷ്യന്മാരോട് നമ്മൾ ചെല്ലേണ്ടുന്ന അവസ്ഥകൾ എന്താണെന്ന് തൻ്റെ ശിഷ്യന്മാരോട് ഓർപ്പിക്കുന്നു. നിങ്ങൾ എങ്ങനെയായിരിക്കണം? ആ ശുശ്രൂഷ നിർവഹിക്കേണ്ടത് ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് തന്നെ ചെല്ലുവിൻ. 2 കാര്യങ്ങൾ പറയണം. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പീൻ. അങ്ങനെ കുറേ കാര്യങ്ങൾ. രോഗികളെ സൗഖ്യമാക്കുവീൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവീൻ, സൗജന്യമായി ലഭിച്ചത് സൗജന്യമായി കൊടുപ്പീൻ. എന്താണ് സൗജന്യമായി ലഭിച്ചത്? ശുശ്രൂഷയുടെ അധികാരം ശിഷ്യന്മാർക്ക് സൗജന്യമായി ലഭിച്ചു. അതെന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? എന്താണ് ഞാൻ പ്രവർത്തിച്ചത്? കുഷ്ഠരോഗിയെ ഞാൻ തൊട്ട് സൗഖ്യമാക്കിയില്ലേ? അന്ധന്റെ കണ്ണുകളിൽ മണ്ണ് കുഴച്ചു തേച്ച് അവനെ അന്ധകാരം മാറ്റി പ്രകാശം കൊടുത്തില്ലേ? നിവർന്നിരിക്കുവാൻ സാധ്യമല്ലാത്ത സ്ത്രീക്ക് നിവർന്നിരിക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യം കൊടുത്തില്ലേ? നഷ്ടപ്പെട്ടു പോയ മകളെ തിരിച്ചു കൊടുത്തില്ലേ? ഇതെല്ലാം നിങ്ങൾ കണ്ടതല്ലേ? അങ്ങനെയെങ്കിൽ അതുമാത്രമേ എനിക്ക് നിങ്ങൾക്ക് തരാനായിട്ടുള്ളൂ. ഒരു സൗഖ്യം മാത്രമേ നിങ്ങൾക്ക് തരാനായിട്ട് സാധ്യമാകുകയുള്ളൂ. നിങ്ങൾ ആരിലൂടെ പ്രവേശിക്കുന്നുവോ അവിടെയെല്ലാം നിങ്ങൾക്ക് സൗഖ്യമുണ്ടാകും. അധികാരത്തിൻ്റെ ശുശ്രൂഷയല്ല, മറിച്ച് ആത്മീക ശുശ്രൂഷ അവരെ ഏൽപ്പിക്കുകയാണ്. ആത്മീക ശുശ്രൂഷ ഏൽപ്പിക്കപ്പെടുമ്പോൾ, അത് ചെയ്യുമ്പോൾ, ആ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ അത് തൊട്ടടുത്തുള്ള ആവശ്യക്കാരന് പ്രയോജനപ്പെടുന്നതാകണം. ആവശ്യക്കാരന് പ്രയോജനപ്പെടുന്നതാകണം നിന്റെ ശുശ്രൂഷ. ദേവാലയത്തിന്റെ പിന്നിൽ സൗഖ്യത്തിന് വേണ്ടി ഇരിപ്പുള്ള ആൾക്കാരുണ്ട്. ജനം തിക്കിത്തിരക്കുമ്പോൾ അതിൽ സൗഖ്യത്തിന് വേണ്ടി തിക്കിത്തിരക്കുന്നവരുണ്ട്. ആൾക്കൂട്ടം പല മനുഷ്യരെയും പിന്നിലാക്കുമ്പോൾ അവിടെ ചെന്ന് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് പറയുന്ന ഒരു ശബ്ദം ക്രിസ്തുവിൻ്റെതാണെന്ന് മനസ്സിലാക്കണം. ഭിക്ഷയാചിക്കുന്ന മനുഷ്യന്റെ അടുക്കൽ നിന്ന് അവനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ശബ്ദമുണ്ട്. അതാണ് ക്രിസ്തു പറയും, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം. ഈ പകലിൽ എൻ്റെ ക്രിസ്തു ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന നമുക്ക് ഏവരോടും ആ ക്രിസ്തു ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് എന്താണെന്ന് ചെയ്തു തരേണ്ടത്? ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? പത്രോസും യോഹന്നാനും മുടന്തനായ മനുഷ്യനെ പിടിച്ചതുപോലെ വലം കൈക്ക് ഇന്ന് നമ്മെ പിടിച്ചെഴുന്നേൽപ്പിക്കും.
ആ ദിവസമാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കടന്നു പോകുന്നത്. ഈ സ്വർണ്ണ വെള്ളിയാഴ്ച അതാണ്. വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ഒരു ശബ്ദമുണ്ട്. അത് ക്രിസ്തുവിൻ്റെ ശബ്ദം. ഞാൻ നിനക്ക് എന്താണ് ചെയ്തത്? എനിക്ക് കാഴ്ച ലഭിക്കണം, എനിക്ക് എൻ്റെ കുഷ്ഠരോഗം മാറണമെന്ന് പറയുന്ന തിരുവചനത്തിലെ രോഗികളെ പോലെയാകും. അതിനുവേണ്ടിയാണ് ശിഷ്യന്മാരെ പറഞ്ഞു വിടുന്നത്. പോകണം, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ഉറച്ചു പറയണം. ഘോഷിപ്പീൻ, ഉറച്ചു പറയണം. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഉറച്ചു പറയണം. ഈ ലോകത്തിൽ വെച്ച് ആ ശബ്ദം കേൾക്കുകയാണ്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈ ശബ്ദമല്ല ഇന്ന് കേൾക്കുന്നത്. ലോകത്തിൻ്റെ ശബ്ദം വളരെയധികമായി അട്ടഹാസങ്ങളായി മാറുന്നത് കൊണ്ട് ദൈവം പറയുന്ന ശബ്ദം നമ്മളിന്ന് കേൾക്കുന്നില്ല. അത് കേൾക്കാതിരിക്കേണ്ട ഒരു കാര്യം കൂടെ ഈ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ഓർപ്പിക്കുന്നുണ്ട്, മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. മനുഷ്യരെ സൂക്ഷിച്ചാൽ ദൈവശബ്ദം കേൾക്കും. മനുഷ്യരെ സൂക്ഷിക്കണം. ദിനവൃത്താന്ത പുസ്തകം 1 ദിനവൃത്താന്തം 21-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഓർപ്പിക്കുന്നുണ്ട്, ദാവീദ് ഗാദിനോട്, ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു, ഞാൻ ഇപ്പോൾ യഹോവയുടെ കയ്യിൽ തന്നെ വീഴട്ടെ, അവൻ്റെ കരുണ ഏറ്റവും വലിയതല്ലോ, മനുഷ്യൻ്റെ കയ്യിൽ ഞാൻ വീഴരുതേ എന്ന് പറഞ്ഞു. മനുഷ്യൻ്റെ കയ്യിൽ വീഴരുതേ എന്ന് ദാവീദ് പറയുകയാണ്. എന്താ കാര്യം? സുവിശേഷകൻ ഓർപ്പിക്കുന്നുണ്ട്, മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. അവർ നിങ്ങളെ അടിക്കും, ന്യായാധിപ സംഘങ്ങളിൽ കൊണ്ടുചെന്നാക്കും, അവിടെ വെച്ച് നിങ്ങളെ ന്യായവിധിക്കും. അങ്ങനെ പല രീതിയിൽ മനുഷ്യ ജീവിതത്തെ വികലമാക്കും. വികലമാകാതെ ഇരിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തെ നശിപ്പിക്കപ്പെടുകയാണ്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ഈ സുവിശേഷം ആധുനിക ലോകത്തിൽ ഇന്നും നമുക്ക് ഈ വാക്കിന് പ്രസക്തിയുണ്ട്. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. ആരാണ് നമ്മുടെയൊക്കെ ശത്രു? മറ്റുള്ളവരാണോ? വന്യമൃഗങ്ങളാണോ? അല്ല. അല്ലെങ്കിൽ മറ്റുള്ളതാണോ? ആരുമല്ല. മനുഷ്യൻ തന്നെയാണ് മനുഷ്യൻ്റെ ശത്രുക്കൾ. ഏത് തരത്തിലും ഏത് സാഹചര്യത്തിലും മനുഷ്യനെ ഉപദ്രവിക്കുന്നവൻ മനുഷ്യൻ തന്നെയാണ്. സഹജീവികളോട് കരുണയില്ലാതെ പെരുമാറുന്നവർ, സഹസ്നേഹിതരോട് ദയയില്ലാതെ വാക്കുകൾ ഉച്ചരിക്കുന്നവർ, മനുഷ്യജീവിതത്തോട് ക്രൂരമായി പെരുമാറുന്നവർ, സ്വന്തം ഭവനത്തിലുള്ളവരെ നശിപ്പിക്കപ്പെടുന്ന ജീവിതം ഉള്ളവർ, ഹൃദയം മാർദ്ദവമില്ലാതെ ജീവിക്കുന്ന മനുഷ്യർ, അങ്ങനെയെല്ലാം ഉള്ളവർ, അവരെക്കുറിച്ച് പറയുന്നു, മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളണം. അവരെന്താണ് ചെയ്യുന്നതെന്നും എന്താണ് പ്രവർത്തിക്കുന്നതെന്നും അവർക്ക് അറിയുകയില്ല. മനുഷ്യൻ തന്നെയല്ലേ മനുഷ്യൻ്റെ ശത്രുക്കളായി മാറുന്നത്. മനുഷ്യ ജീവിതമല്ലേ ഇന്ന് സമൂഹത്തിൽ എന്തെല്ലാം രീതികളിൽ, അത് ഏത് മാധ്യമങ്ങളിലൂടെ മനുഷ്യൻ്റെ വികലമായ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ബലഹീനതകളെ ചൂഷണം ചെയ്തിട്ട് അതിൽ നിന്ന് ലാഭമുണ്ടാക്കുന്നവരാണ്. മനുഷ്യന്റെ ബലഹീനതകളെ ചൂഷണം ചെയ്ത് ഉപജീവനം കഴിക്കുന്ന മനുഷ്യർ ഇന്ന് സമൂഹത്തിലുണ്ട്. അതെന്തെങ്കിലും ഒരു വാർത്തയാക്കിയിട്ട് കൊടുത്താൽ മതി ഇന്നത്തെ കാലത്ത്. അങ്ങനെയല്ലേ വെളിച്ചപ്പാടത്തിക്കാരി സ്ത്രീയും അപ്പോസ്തല പ്രവൃത്തികൾ ഓർപ്പിക്കുന്നില്ലേ? പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ ചെല്ലുകയാണ്. അവർ ഈ സ്ത്രീ ഇരുന്ന യജമാനൻ ഒരു സ്ത്രീയെ അവിടെ ദേവാലയത്തിൻ്റെ വാതിൽ കൊണ്ടിരുത്തിയിട്ടുണ്ട്. എന്തിനാ? വരുന്നവരുടെ എല്ലാം മുഖലക്ഷണം പറയാൻ, എന്നിട്ട് ലാഭമുണ്ടാക്കണം, പണം ഉണ്ടാക്കണം, മുഖലക്ഷണം പറഞ്ഞ് ലാഭമുണ്ടാക്കണം. ശിഷ്യന്മാർ വന്ന് എവിടെ നോക്കിയിട്ട് മുഷിഞ്ഞു നോക്കിയെന്നാണ് പറയുന്നത്. അപ്പോൾ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി എന്ന് പറഞ്ഞു. ലാഭമില്ലാതാക്കിയാണ്.
മനുഷ്യന്റെ ബലഹീനതകളെ മനുഷ്യൻ തന്നെ ഈ ലോകത്തിൽ പല രീതിയിൽ പ്രചരിപ്പിച്ചു വിടുകയാണ്. അതിൽ നിന്ന് ലാഭമുണ്ടാക്കുകയാണ്. ആ ലാഭത്തിന് വേണ്ടി ഇരിക്കുന്ന മനുഷ്യർ അനേകരാണ്. അതുകൊണ്ടാണ് ക്രിസ്തു ഓർപ്പിക്കുന്നത്, ഈ മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവീൻ, മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. അവർ നല്ല കാര്യങ്ങളല്ല ഈ ലോകത്തോട് പറയുന്നത്, മനുഷ്യന്റെ ബലഹീനതകളെ ഓർപ്പിക്കുകയാണ്. അതാരാണെങ്കിലും എവിടെയാണെങ്കിലും ഏത് സമൂഹത്തിലും, ഉദ്യോഗ മേഖലകളിൽ, സഭാമേഖലകളിൽ, ഇടവക ശുശ്രൂഷകളിൽ, എല്ലാ കാര്യങ്ങളിലും നമ്മളിരിക്കുന്ന ഏത് സ്ഥലങ്ങളിലായിക്കോട്ടെ, നമ്മെക്കുറിച്ച് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അതിനകത്ത് എല്ലാ കാര്യങ്ങളും ചേർത്ത് വെക്കുകയാണ്. കാരണം ലാഭമുണ്ടാക്കാൻ വീണ്ടും ഞാൻ ആ വാക്ക് ഓർപ്പിക്കുന്നു, മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളണം. ഇങ്ങനെയുള്ളവരെ സൂക്ഷിച്ചുകൊള്ളണം. അവർ ലാഭത്തിന് വേണ്ടിയിരിക്കുന്നവരാണ്. അവർ മനുഷ്യനെ വിറ്റ് പണമുണ്ടാക്കി ഉപജീവനത്തിന് വേണ്ടിയിരിക്കുന്നവരാണ്. അതല്ല നമുക്ക് ആവശ്യം. ഞങ്ങൾക്ക് ഒന്നുമില്ല. ഞങ്ങളുടെ ജീവിതം നസ്രാനായ ക്രിസ്തുവിന് വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലാക്കണം. വിശുദ്ധ കുർബാനയുടെ ഇന്നത്തെ വിശുദ്ധ കുർബാനയുടെ ഏവൻഗേലിയോൻ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 24 മുതലുള്ള വേദഭാഗങ്ങളാണ് ഇന്നത്തെ ഏവൻഗേലിയോൻ ഭാഗം, സ്വർണ്ണ വെള്ളിയാഴ്ചയുടെ ഏവൻഗേലിയോൻ ഭാഗം. അവിടെ ഓർപ്പിക്കുന്നത് ആ ഒരു വാക്യം ഓർപ്പിച്ച് അവസാനിക്കുന്നു. തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കം അവരുടെ ഇടയിലുണ്ടായി. ആരാണ് വലിയവൻ? നമുക്കെല്ലാവർക്കും, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ ഹൃദയങ്ങളിൽ അല്ലെങ്കിൽ മനസ്സുകളിൽ ഉണ്ടായ ഒരു ചിന്ത ഇതാണ്: ആരാണ് വലിയവൻ? കുടുംബത്തിലായിരിക്കുമ്പോൾ ആരാണ് വലിയവൻ? ഉദ്യോഗ മേഖലകളിൽ ആരാണ് വലിയവൻ? ഇടവകളിൽ ആരാണ് വലിയവർ? സഭാ ശുശ്രൂഷയിൽ ഞങ്ങളെപ്പോലുള്ളവർ ഞങ്ങൾ ചിന്തിക്കും, ആരാണ് വലിയവർ? ശുശ്രൂഷ ചെയ്യുന്നവനാണ് വലിയവൻ, അധികാരി വലിയവനല്ല. കർത്താവ് ഓർപ്പിക്കുന്നുണ്ട്, ശുശ്രൂഷിക്കുന്നവനാണ് വലിയവൻ. ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആകട്ടെ. ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെ ആകുന്നു. ക്രിസ്തു പറയുകയാണ്, ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെയാകും. നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും അനേകർക്ക് ശുശ്രൂഷക്കാരനായി തീരേണ്ടവരാണ്, ശുശ്രൂഷ ചെയ്യുവാനുള്ളവരാണ്. അതാണ് ദൈവരാജ്യത്തിലേക്കുള്ള വഴി. ഈ വഴിയാണ് ശിഷ്യന്മാർ നടന്നത്, ഒന്നുമില്ലായ്മയിൽ നടന്നത്. എൻ്റെ ദൈവത്തെ ഇന്ന് നമുക്ക് പിന്തുടരേണ്ടതും ഇത് തന്നെയാണ്. ഞാൻ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷക്കാരനെ പോലെയാകുന്നു. തർക്കമുണ്ടാകുന്നത് ഇതിനു വേണ്ടിയാണ്. ആരാണ് വലിയവൻ? വലിയ വാക്ക് പറഞ്ഞയാളോ ചെറിയ വാക്ക് പറഞ്ഞയാളോ? അല്ലെങ്കിൽ വലിയ വീട്ടിൽ താമസിക്കുന്നയാളോ ചെറിയ വീട്ടിൽ താമസിക്കുന്ന ആരുമായിക്കൊള്ളട്ടെ. പക്ഷേ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് ആരാണ് വലിയവൻ? ഞാൻ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷക്കാരനെ പോലെയാകും. ഈ ശുശ്രൂഷ പദവി ഞാൻ നിങ്ങളും ഏറ്റെടുക്കുന്നു. ഈ സ്വർണ്ണ വെള്ളിയാഴ്ച ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരന് ശിഷ്യന്മാരായി തീർന്നതുപോലെ നമുക്കും ശുശ്രൂഷക്കാരായി തീരാം. മനുഷ്യരെ സൂക്ഷിക്കണം. തലവണക്കാം, പ്രാർത്ഥിക്കാം. ദൈവകരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നിന്റെ മുൻപാകെ നിൽക്കുവാനും കർത്താവേ, നിന്റെ കരുണയെ പ്രതി ജീവിക്കുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് ഇടയാക്കണമേ. നിന്റെ വലങ്കൈ ഞങ്ങളെ പിടിച്ചെഴുന്നേൽപ്പിക്കണമേ. ഞങ്ങളുടെ നരിയാണികളെ ബലപ്പെടുത്തണമേ. സ്ഥിരവിശ്വാസത്തിൽ നിന്നെ പിന്തുടരുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് ഇടയാക്കണമേ. ആത്മീയ വർധന ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ മേൽ അവിടുത്തെ കൃപ വർഷിക്കണമേ. തന്നത് ദൈവദാനമാണെന്ന് വിശ്വസിപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ. സ്വർഗരാജ്യത്തിലേക്കുള്ള വഴികളിലൂടെ നടക്കുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് ഇടയാക്കണമേ. സ്നേഹം, പ്രത്യാശ, ദയ, കരുണ, അനുതാപ വഴികളിലൂടെ ഞങ്ങൾ കടന്നു വരുവാൻ അവിടുന്ന് ഇടയാക്കണമേ. ഞങ്ങൾ നിന്റെ മുൻപിൽ ശുശ്രൂഷക്കാരനെ പോലെ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവെ, നിന്റെ കൃപയിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരായി തീരുവാൻ ഞങ്ങൾക്ക് അവിടെ നിന്ന് ആക്കണമേ. തിരുവൻപാ തലമുണക്കിയിരിക്കുന്ന എല്ലാ ദാസന്മാരെയും ദാസികളെയും, പ്രത്യേകാൽ ഈ ഖബറിടത്തിൽ വന്ന് പ്രാർത്ഥിച്ച എല്ലാവരെയും നീ ഇവിടുന്ന് അനുഗ്രഹിക്കണമേ. പുണ്യവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ശുശ്രൂഷ അടിയൻ്റെ നാവിലൂടെ പകർന്നു കൊടുത്തപ്പോൾ അതിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ പരിഹരിക്കണമേ. തെറ്റുകുറ്റങ്ങൾ വന്നിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അടിയനോട് പൊറുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും യേശുതമ്പുരാന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ.